പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വളരെ സങ്കടത്തോടെ, വളരെ ഹൃദയഭാരത്തോടെ ഒരു വിവരം അറിയിക്കുകയാണ്. ചലച്ചിത്ര പ്രതിഭ എന്ന് തന്നെ പറയണം, ശ്രീനിവാസൻ അന്തരിച്ചു. അഭിനയത്തിലും സംവിധാനത്തിലും തിരക്കഥ എഴുത്തിലുമൊക്കെ സിനിമയുടെ സമസ്ത മേഖലയിലും നിറഞ്ഞു നിന്ന പ്രിയപ്പെട്ട ശ്രീനി വിട വാങ്ങിയിരിക്കുന്നു. ശ്രീനിവാസന്റെ മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചു. അദ്ദേഹത്തിന് 69 വയസ്സായിരുന്നു. ചലച്ചിത്ര നടൻ എന്നത് മാത്രമല്ല, തിരക്കഥാകൃത്താണ്, സംവിധായകനാണ്. അങ്ങനെ സമസ്ത മേഖലയിലും കയ്യൊപ്പ് പതിപ്പിച്ച മലയാളിയുടെ ഹൃദയസ്പർശിയായ എണ്ണം പറഞ്ഞ സിനിമകളുടെ അണിയറയിലും അരങ്ങത്തും ഒരുപോലെ ശോഭിച്ച, സിനിമയിലും മലയാളിയുടെ മനസ്സിലും തൻ്റെ വലിയ ലോകം സൃഷ്ടിച്ച ചെറിയ ശ്രീനി, പ്രിയപ്പെട്ട ശ്രീനിവാസൻ അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ മരണവാർത്ത ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അല്പസമയം മുൻപാണ് എറണാകുളം തൃപ്പൂണിത്തുറയിലുള്ള താലൂക്ക് ആശുപത്രിയിൽ വെച്ച് ശ്രീനിവാസന്റെ മരണം സംഭവിച്ചതായിട്ട് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ ഇന്ന് രാവിലെയോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യനില അല്പം മോശമായതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അല്പസമയം മുൻപ് അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് 69 വയസ്സാണ്. പി ജി പറഞ്ഞതുപോലെ മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമയിലെ ഏറ്റവും മുൻനിരക്കാരായ സിനിമയിൽ വലിയ സ്വാധീനം ഉണ്ടായിരുന്ന ഒരാൾ, ഏറ്റവും വലിയ നടൻ, അതിനൊപ്പം തിരക്കഥാകൃത്ത്, സംവിധായകൻ എന്നുള്ള നിലയിൽ ഒക്കെ ശ്രദ്ധേയനായ ശ്രീനിവാസൻ കഴിഞ്ഞ ഏറെ നാളായി അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഏതാണ്ട് ഒരു മാസം മുമ്പ്, ഒരു ഒക്ടോബർ മാസം അവസാനത്തെ ആഴ്ചയിലാണ് അദ്ദേഹം ഒരു പൊതുപരിപാടിയിൽ, അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് തന്നെ നടന്ന, ഉദയംപേരിനടുത്തുള്ള അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് തന്നെ നടന്ന ഒരു പൊതുപരിപാടിയിൽ, അദ്ദേഹത്തെ ഒരു കർഷക കൂട്ടായ്മ ആദരിക്കുന്ന പരിപാടിയിലായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം അവസാനമായി ഒരു മാധ്യമങ്ങൾക്ക് മുന്നിലൊക്കെ വന്നത്. അന്ന് അദ്ദേഹം വളരെ പ്രസന്നവദനായി നമ്മളോടൊക്കെ സംസാരിക്കുകയും ഏറെ നേരം സംസാരിക്കുകയും കൃഷിയെക്കുറിച്ചൊക്കെ വളരെ വാചാലനായി വർത്തമാനം പറയുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷെ അപ്പോഴും അദ്ദേഹത്തിന് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളൊക്കെ തന്നെയും ഉണ്ടായിരുന്നു. ഇന്ന് ഈ അല്പം കൂടി ആരോഗ്യാവസ്ഥ മോശമായ ഒരു സാഹചര്യത്തിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയും ആശുപത്രിയിൽ വെച്ച് മരണം സംഭവിക്കുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം.